ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ രാമ. ചേച്ചിമാരൊന്നുമില്ലേ? കൃഷ്ണനോട് ഇഷ്ടമുള്ള ചേച്ചിമാരൊക്കെ ഇല്ലേ? ഹരേ കൃഷ്ണ. കൊടുങ്ങല്ലൂർ താലപ്പൊലി ആവുന്നുണ്ട് കേട്ടോ. എല്ലാവരും വരണം. കൊടുങ്ങല്ലൂർ കാവിലെ അമ്മയുടെ താലപ്പൊലി ആയിട്ടുണ്ട്. എല്ലാവരും വരണം. കൊടുങ്ങല്ലൂർ തൊങ്ങല കിട്ടണേടാ. ആരുമില്ലേ? ഹലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ രാമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ രാമ. ഹരേ കൃഷ്ണ ഹരേ രാമ. ഹരേ കൃഷ്ണ. ഹരേ രാമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ. ഹായ് ജീത് പട്ടേൽ. ഹരേ കൃഷ്ണ. ഗുരുവായൂർ വന്നിട്ടുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ രാമ ഹരേ രാമ. My name Sarida. Sarida. ഹരേ കൃഷ്ണ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീനന്ദനം സദാ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. സുഖായിരിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സുഖായിരിക്കുന്നു. യുവർ ലാംഗ്വേജ് മലയാളം. ഭഗവാൻ കാ അനുഗ്രഹ മീൻസ് happy.
ഞാൻ ഹാപ്പിയാണ്. ഹരേ കൃഷ്ണ. ചെറായി കേരള എറണാകുളം ഡിസ്ട്രിക്ട്, എറണാകുളം വൈപ്പി. ഹരേ കൃഷ്ണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗുരുവായൂർ വന്നേക്കണ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇവിടെ? ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ മാസവും തൊഴാൻ പോകുന്നവർ ഉണ്ടോ? ഗുജറാത്ത്. ഇതാരാണ്? ആരോ എന്നോട് ദേഷ്യപ്പെടുന്നുണ്ട്. സാരില്ല. ഗുരുവായൂരമ്പലത്തിൽ തൊഴാൻ വരാറുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഗുരുവായൂർ തൊഴാൻ വരുന്നത് ആരെങ്കിലും ഉണ്ടോ? എല്ലാ മാസവും തൊഴാൻ പോകുന്നവർ, ഗുരുവായൂർ കണ്ണനെ കാണാൻ പോകുന്നവരുണ്ടോ? ചേച്ചിമാരൊക്കെ വരണം കേട്ടോ. ചേച്ചിമാരൊന്നും ഇല്ലേ? ഹരേ കൃഷ്ണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. बाय बाय. मुझे मालूम नहीं योर लैंग्वेज. ജീത് പട്ടേൽ. മലയാളം മാത്രം അറിയാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഗുരുവായൂരമ്പലത്തിൽ പോകുന്നവരാരും ഇല്ലേ? ഗുരുവായൂരമ്പലത്തിൽ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയൊക്കെ തൊഴാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഗുരുവായൂർ ഉണ്ണീനെ കാണാൻ പോകുന്നവർ. ചേച്ചിമാരൊക്കെ ഉറക്കത്തിലായിരിക്കും. ശ്രീമദ് ഭാഗവതം വായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഹരേ കൃഷ്ണ. ഹരേ രാമ 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 ഹരേ ഹരേ. ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം ഭഗവാനെ വിചാരിച്ച് ജപിച്ചൊക്കെ ഇരുന്നിട്ടാണ് ലൈവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഗുരുവായൂരൊക്കെ എല്ലാ മാസവും നിത്യം തൊഴാൻ പോകുന്ന ചേച്ചിമാരൊന്നും ഇല്ലേ? എല്ലാവരും കിടന്ന് ഉറങ്ങണോ? ഹരേ ഗുരുവായൂരപ്പ ആരും പറയണില്ലല്ലോ. ഹരേ ഗുരുവായൂരപ്പ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.
നമ്മളെ ജയിപ്പിക്കുന്ന മന്ത്രം. ഹരേ കൃഷ്ണ. എല്ലാ തളർച്ചയിലും കൂടെ നിൽക്കുന്ന മന്ത്രം. ഹരേ കൃഷ്ണ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ചേച്ചിമാരാരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നല്ല ഗുരുവായൂരപ്പൻ്റെ കഥയൊക്കെ പറയായിരുന്നു. ആരും വന്നിട്ട് ഹരേ ഗുരുവായൂരപ്പ പറയണില്ല. ഹരേ കൃഷ്ണ എന്നെങ്കിലും പറഞ്ഞാൽ മതി. ഒരാളെങ്കിലും ഇല്ലേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ പറയാൻ? ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ, ഹരേ ഗുരുവായൂരപ്പ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇവിടെ കൊടുങ്ങല്ലൂർ കാവില് താലപ്പൊലിയാണ് കേട്ടോ. അറിയാത്തവരെല്ലാം അറിഞ്ഞു. കൊടുങ്ങല്ലൂർ കാവില് താലപ്പൊലിയാണ്, അറിയാത്തവരെല്ലാവരും അറിഞ്ഞു കേട്ടോ. ശ്രീ വളർത്തി കൊടുങ്ങല്ലൂരിലെ അമ്മയായി വിളങ്ങിടും പാവനെ പരിശുദ്ധ മാനസ സംസ്ഥിതേ ജഗദീശ്വരി ദേവി, നിന്റെ തിരുനാമമന്ത്രം ഉരുക്കടിച്ച് ദിവാനിശം ചേവടീണ കാൺമതിന് നോക്കിയിരിപ്പു ഞാൻ. അമ്മയുടെ താലപ്പൊലിക്ക് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ അറിഞ്ഞോ? കൊടുങ്ങല്ലൂർ കാവിലെ അമ്മയുടെ താലപ്പൊലിയായി. എല്ലാവരും വരണം കൊടുങ്ങല്ലൂർക്ക്. ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ. ജഗദംബയെ ഇഷ്ടപ്പെടണം. ജഗദംബയെ, പ്രകൃതി ജഗദംബയെ ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ. ജഗദംബയെ, പ്രകൃതി തരുന്ന കുറേ തിരിച്ചറിവുകളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. അത് ജഗദംബ തരുന്നതാണ് നമ്മളിലേക്ക് ഓരോ തിരിച്ചറിവുകൾ. നമ്മുടെ ജീവിതത്തിൽ ഓരോ പാഠങ്ങളൊക്കെ നമ്മൾ പഠിക്കില്ലേ, അതെല്ലാം ജഗദംബ തരുന്ന തിരിച്ചറിവുകളാണ് നമുക്ക്. ജഗദീശ്വരി, ലോകത്തിൻ്റെ ഈശ്വരി തരുന്ന തിരിച്ചറിവുകളാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് ഓരോ പാഠത്തിലൂടെ ഭഗവതി നമുക്ക് തിരിച്ചറിവുകളിലൂടെ തരുന്നുണ്ട്. നമ്മളത് സ്വീകരിക്കണം. ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാഠം നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പിക്കണം. പിന്നെ ആ പാഠം വീണ്ടും പഠിക്കാൻ പോകരുത്. ആ പാഠം വീണ്ടും പഠിക്കാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് വേദന തന്നെ ഉണ്ടാവുള്ളൂ. അതാണ് പ്രകൃതി പഠിപ്പിക്കുന്ന പാഠം. ജഗദീശ്വരി, ജഗദംബ. ഹരേ കൃഷ്ണ. ഇവിടെ കൊടുങ്ങല്ലൂർ ഇവിടെ അടുത്താണ്. ഞങ്ങൾക്ക് കൊടുങ്ങല്ലൂർ അമ്പലം അടുത്താണ്. അപ്പോൾ അവിടെ എല്ലാ ആഴ്ചയെന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ പോകും, ദേവീനെ കാണും. അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യങ്ങളാണ് കൊടുങ്ങല്ലൂർക്ക്. ഹരേ ഗുരുവായൂരപ്പ.
നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കുറേയൊക്കെ മാറ്റോട്ടെ. ഇതിനകത്ത് എത്ര പേര് ദൈവത്തിൽ വിശ്വസിക്കാത്തവരുണ്ട് എന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ പറയുന്ന വാക്കുകൾ ഇഷ്ടപ്പെടുമോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നത് നമുക്കൊരു ധൈര്യമാണ് കേട്ടോ. എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കൊരു ധൈര്യമാണ്. നല്ലതാണ് കേട്ടോ ദൈവത്തിൽ വിശ്വസിക്കണത്. എല്ലാവർക്കും ധൈര്യ. തളർച്ചയിൽ നമുക്ക് എന്തൊക്കെ തളർച്ചയൊക്കെ വന്നാലും ശരി, ദൈവത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ധൈര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മാറ്റങ്ങൾ വരികയും ചെയ്യും പ്രാർത്ഥനയിലൂടെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആറുന്നീറുമെലുമ്പു തുമ്പമലരും പാമ്പമ്പിളിതെല്ലുമെന്നാറും മാറിലണിഞ്ഞ ശങ്കരപദം ചിന്തിപ്പവർ കഞ്ചസ മാറും മാറിനകത്ത് കേറി മരുവും താപങ്ങൾ പാപങ്ങൾ പോയി മാറും കൂറോടു ചേർന്നു കൊള്ളുക മനമേ തൽപാദയുഗ്മീ സദാ. മഹാദേവന്റെ മൂലമന്ത്രമാണത്. ഈ മൂലമന്ത്രം നമ്മൾ എല്ലാവർക്കും മൂലമന്ത്രം ജപിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ നിത്യേന ജപിക്കാറുണ്ട് ഈ ഭഗവാന്റെ മഹാദേവന്റെ മൂലമന്ത്രം. ഇന്ന് ഞാൻ യൂട്യൂബിൽ ഒരു മഹാദേവന്റെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അതിനകത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, അപ്പോൾ എനിക്ക് മഹാദേവനെ പ്രാർത്ഥിച്ചാൽ എനിക്ക് ഫലം കിട്ടുമോ എന്ന്. ആ ചോദ്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എല്ലാത്തിലും ഒന്നാണെന്ന് വിശ്വസിച്ച് ജീവിക്കുക ആദ്യം തന്നെ. പിന്നെ ഏതൊരു ദൈവത്തിനെ വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാവും. ഞാനിപ്പോൾ കൃഷ്ണ മഹാദേവ എന്നൊക്കെ വിളിച്ചടക്കുകയാണെങ്കിലും യേശുവേ എന്ന് വിളിച്ചാൽ യേശു എൻ്റെ പ്രാർത്ഥന കേൾക്കും. അള്ളാന്ന് വിളിച്ചാൽ അള്ളാ എൻ്റെ പ്രാർത്ഥന കേൾക്കും. അതുപോലെ നിങ്ങൾ ക്രിസ്ത്യാനിയോ മുസ്ലിമോ അതൊന്നും നോക്കണ്ട, ദൈവമേ എന്ന് വിളിച്ചാൽ വെളിപ്പുറത്ത് ഉണ്ടാവും. എന്ത് പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇന്ന് അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ക്രിസ്ത്യാനിയാണ്, അപ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ, ശിവഭഗവാൻ കേൾക്കുമോ എന്ന്. കേൾക്കും. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. കുടുംബത്തിലെ പ്രശ്നങ്ങളും ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ദാമ്പത്യപരമായിട്ടൊക്കെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തമ്മിൽ സ്വരച്ചേർച്ചക്കുറവോ എപ്പോഴും പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശിവഭഗവാൻ നടക്കപ്പോൾ ഐകമത്യ പുഷ്പാഞ്ജലി നടത്തിയാൽ മതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് അനുഭവമാണ് കേട്ടോ. ഇടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ കിറുകിറ് ചേട്ടനായിട്ട് വരുമ്പോഴൊക്കെ ഈ ഐകമത്യം പോയി ഞാൻ നടത്തും. അപ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടാറുണ്ട്. അതുപോലെ അസുഖം, ഈ രോഗാവസ്ഥയിൽ കിടക്കുന്ന ആളുകളില്ലേ, രോഗമൊക്കെ ആയിട്ട് എന്താണ് അസുഖമെന്ന് ഇങ്ങനെ അറിയാണ്ട് ചിലപ്പോൾ വേദനകൾ ഒക്കെ ആയിട്ടൊക്കെ, രോഗത്തിൻ്റെ വേദനകളൊക്കെ ആയിട്ടൊക്കെ ഉള്ള ആളുകൾ ഈ മഹാദേവൻ്റെ നടക്കൽ 3 കദളിപ്പഴം നേദിച്ചിട്ട് അഘോര മന്ത്ര പുഷ്പാഞ്ജലി ഇത് നടത്തിയാൽ നിങ്ങളുടെ രോഗത്തിന് കുറവും ഉണ്ടാവും. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ എത്രയും വേഗം രോഗം കണ്ടുപിടിച്ച് രോഗത്തിനുള്ള ചികിത്സകൾ നടത്താനായിട്ടും മരുന്നുകൾ വേഗം വലിക്കുകയൊക്കെ ചെയ്യും. അപ്പം അഘോര മന്ത്ര പുഷ്പാഞ്ജലി രോഗാവസ്ഥയുള്ള ആളുകളോടാണ് കേട്ടോ പറയണം. ഒത്തിരി പേര് രോഗത്തിൽ കിടന്ന് വിഷമിക്കുന്നുണ്ടാവും. കൈവേദന, കാലുവേദന, തലവേദന മാറുന്നില്ല, അതല്ല വയറുവേദന മാറുന്നില്ല, അങ്ങനെ ഓരോ അസുഖങ്ങളായിട്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർ മഹാദേവൻ്റെ നടക്കൽ 3 കദളിപ്പഴം നേദിച്ചിട്ട് അഘോര മന്ത്ര പുഷ്പാഞ്ജലി
ഇത് നടത്തിയാൽ നിങ്ങളുടെ അസുഖത്തിന് കുറവുണ്ടാവും. അസുഖം കണ്ടുപിടിക്കും. അപ്പോൾ ചോദിക്കും, മരുന്ന് വേണ്ടേ എന്ന് ചോദിക്കും. മരുന്നും വേണം, ദൈവവും വേണം. രണ്ടും ഉണ്ടെങ്കിലേ നമ്മുടെ അസുഖത്തിന് മാറ്റം ഉണ്ടാവും, പെട്ടെന്ന് മാറ്റം ഉണ്ടാവും. ലൈനിലുള്ളത് ആരാണെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ വേണ്ടപ്പെട്ടവരാരെങ്കിലും ആയിരിക്കുള്ളൂ ലൈനിൽ എന്നെ നോക്കിയിരിക്കുന്നത്. ചിലപ്പോൾ നിമ്മി ഉണ്ടാവും, അഞ്ചും ഉണ്ടാവും. ഇതൊക്കെ നോക്കിയിരിക്കും. അന്ന് ഒരു മെസ്സേജും കൂടി അടക്കൂല, ഉണ്ടെന്നും കൂടി അറിയിക്കൂല. അപ്പം അങ്ങനെയുള്ള പുഷ്പാഞ്ജലികളൊക്കെ നടത്തിയാൽ ഇപ്പം ഞാൻ 2 പുഷ്പാഞ്ജലി ഇന്ന് പറഞ്ഞു തന്നായിരുന്നു. ഒന്ന് ദാമ്പത്യ പ്രശ്നങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഐകമത്യം നടത്തിയാൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നല്ല വ്യത്യാസം ഉണ്ടാവും ഐകമത്യ പുഷ്പാഞ്ജലി ശിവഭഗവാൻ അടക്കം നടത്തിയാൽ. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ആയുർസൂക്ത പുഷ്പാഞ്ജലി, അത് മഹാവിഷ്ണുവിൻ്റെ അടുക്കല കേട്ടോ. ആയുർസൂക്തം നടത്തണം മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ. കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ആയുർസൂക്ത പുഷ്പാഞ്ജലി. അമ്മമാരാരെങ്കിലും അച്ഛന്മാരാരെങ്കിലും ഒക്കെ എൻ്റെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ആയുർസൂക്ത പുഷ്പാഞ്ജലി കേട്ടോ. ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാമെന്നല്ലേ, എനിക്ക് വേറെ അറിവും കാര്യങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ ഞാനിങ്ങനെ ഓരോ അറിവുകൾ ഇങ്ങനെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അതെന്നിലേക്ക് ഞാൻ പറയണേണ്. ആർക്കൊക്കെ അതൊക്കെ ആവശ്യമുള്ളവരുണ്ടാവാം കൂട്ടത്തിൽ, അവർ ചെയ്യുക. കുടുംബസമാധാനമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ കുടുംബസമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയണത്. വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ ആയിട്ടൊക്കെ ഇങ്ങനെ ഈ വഴക്കൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാന്റെ അടുക്കൽ ഐകമത്യ പുഷ്പാഞ്ജലി നടത്തിയാൽ മതി, വ്യത്യാസം ഉണ്ടാവും. ഒരു 3 ആഴ്ചയിൽ പോയിട്ട് ഒരു 3 പുഷ്പാഞ്ജലി നടത്തി വരുമ്പോൾ തന്നെ സമാധാനം, അറിയാതെ സമാധാനം വീട്ടിലേക്ക് കടന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഹരേ കൃഷ്ണ, ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പിന്നെ എല്ലാ അമ്മമാരും ഷഷ്ഠി വ്രതം എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഷഷ്ഠി വ്രതം, മുരുകന് ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്നത് മക്കൾക്ക് നല്ലതാണ് അമ്മമാരെടുക്കുന്നതെന്ന് പറയും. അമ്മമാർക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടാ. എന്ത് വ്രതമാണെങ്കിലും, അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും നമ്മുടെ ആരോഗ്യം നോക്കിയിട്ട് വ്രതങ്ങൾ എടുത്താൽ മതി. ഇപ്പോൾ വ്രതങ്ങളൊക്കെ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാതെ ഗ്യാസൊക്കെ കയറി ആരോഗ്യവും പോയി ബ്ലഡൊക്കെ ഇല്ലാണ്ടായി നടക്കുന്ന ഒരുപാട് ആളുകൾ അറിയാം. അതുകൊണ്ടാണ് പറയണത്, വ്രതമൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ആരോഗ്യം നോക്കിയിട്ട് വേണം വ്രതം എടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ആരോഗ്യം ഉണ്ടെങ്കിൽ, ആരോഗ്യമുള്ള അമ്മമാരാണെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് ഷഷ്ഠി വ്രതം എടുക്കുമ്പോൾ കർത്തഭാവ് അമാവാസിക്ക് തുടങ്ങണം വ്രതം. പഞ്ചമിക്ക് ഒരു നേരം ഭക്ഷണം, ഷഷ്ഠി ഭഗവാന്റെ ഭക്ഷണം മാത്രം. അങ്ങനെയൊക്കെ എടുത്താൽ മക്കൾക്ക് നല്ലത് വരും, മക്കൾക്ക് നല്ല ജോലി കിട്ടും, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടും, മക്കൾക്ക് നല്ല തൊഴിൽ കിട്ടും. ഏറ്റവും പ്രധാനം മക്കൾക്ക് നല്ല സ്വഭാവം കിട്ടും, നല്ല മക്കളെ കിട്ടും, നല്ല സ്വഭാവമുള്ള മക്കൾ. അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. ഏതച്ഛൻ്റെയും അമ്മയുടെയും ഏറ്റവും വലിയ ഭാഗ്യമാണ് നല്ല സ്വഭാവമുള്ള മക്കൾ. ബാക്കിയെല്ലാം 2ാം സ്ഥാനമുള്ളൂ. നല്ല മക്കളെ കിട്ടണതാണ് ഭാഗ്യം, നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങൾ. കുറുമ്പത്തരത്തിനൊന്നും പോവാത്ത നല്ല മക്കളെ കിട്ടുക, അതൊരു ഭാഗ്യ. അങ്ങനത്തെ മക്കൾ ഉണ്ടെങ്കിലും മക്കൾക്ക് ഇത്തിരി എന്താ പറയണേ,
നമ്മൾ പറയണ അനുസരിക്കാതെയൊക്കെ നടക്കുന്ന മക്കളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഷഷ്ഠീവ്രതം എടുത്ത് മുരുകനോട് പ്രാർത്ഥിക്കാം, ഭഗവാനെ എൻ്റെ മോൻക്ക് അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് നല്ല സ്വഭാവം കൊടുക്കണേ ഭഗവാനെ, അവന് വിദ്യാഭ്യാസം കൊടുക്കണേ, അവന് ജോലി കൊടുക്കണേ, കല്യാണം വേഗം ആവണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഷഷ്ഠീവ്രതം എടുത്താൽ ഭഗവാൻ വേഗം പ്രസാദിക്കും. മുരുക ഭഗവാൻ അത് ഏത് ജാതിക്കാർക്കും എവിടെങ്കിലും എടുക്കാട്ടോ. ജാതി മതം ഒന്നും നോക്കരുത്. ജാതിക്ക് മതത്തിനൊരു പ്രാധാന്യമില്ല, എല്ലാം ഒന്നാണെന്ന് അങ്ങോട്ട് കരുതിയാൽ മതി. നമ്മുടെ ഉള്ളിലെല്ലാം ഓടുന്ന ബ്ലഡ് ഒരു കളറാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മളെല്ലാത്തിനെയും വേറെ ആയിട്ട് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം ഒന്നാണ്. ഹരേ കൃഷ്ണ. ഹരേ രാമ 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 ഹരേ ഹരേ. മുരുകന്റെ മൂലമന്ത്രം ഷഡാനനം കുങ്കുമ രക്തവർണം മഹാമദ്യം ദിവ്യമയൂരവാഹം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. അത് ജപിക്കുക. മൂലമന്ത്രങ്ങളൊന്നും ജപിക്കാൻ പാടില്ലെന്ന് പറയാറുണ്ട്, പക്ഷെ ഞാനെല്ലാം ജപിക്കാറുണ്ട് കേട്ടോ. നിത്യേന എല്ലാ മൂലമന്ത്രങ്ങളും എനിക്ക് മനസ്സിൽ ഞാൻ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. നടക്കുന്ന വഴിയിലും ഒക്കെ മന്ത്രം ഉണ്ടാവും. അതുപോലെ ഹരിനാമ കീർത്തനം അത് ഡെയിലി ചൊല്ലാൻ പറ്റുന്നവർക്ക് എല്ലാവരും ഹരിനാമ കീർത്തനം ചൊല്ലുക. അത് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. ഋതുവായ പെണ്ണിനും ഇരപ്പന് ദാഹകനും പൈതന്നും അഗ്നിയെ ജനം ചെയ്ത ഭൂസരനും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഏത് സമയത്തും ചൊല്ലാവുന്നതാണ് ഹരിനാമ കീർത്തനം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. വേദനകൾക്ക് ആശ്വാസമാണ് ഈശ്വര ധ്യാനം, ദൈവവിചാരം. നമ്മുടെ വേദനകൾക്ക് ദൈവത്തിനോടേ പറയാനുള്ളൂ. വേറെ ആരോട് പറഞ്ഞിട്ടും നിങ്ങൾ പറയുന്നത് അവർ കേൾക്കുന്നുണ്ടാവാം, പക്ഷേ അതെത്രത്തോളം ദൈവത്തിനോട് പറയണത് പോലെ ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല. ആരും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് ദൈവം മാത്രമേ ഉള്ളൂ. കാണുന്നില്ല, കേൾക്കുന്നില്ല ദൈവത്തിന്, പക്ഷെ കൂടെയുണ്ട്. തത്വമസി, നിൻ്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും ഒക്കെ ഉണ്ട് ദൈവം. ആ ദൈവത്തിനെ പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ. ഭാഗവതം വായിക്കുന്ന ചേച്ചിമാരൊന്നും ഇല്ലേ? കൃഷ്ണനെ കാണാൻ പോകുന്ന ചേച്ചിമാരൊന്നും ഇല്ലേ? ഗുരുവായൂരപ്പ, ഹരേ ഗുരുവായൂരപ്പ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ ഹരേ രാമ. അപ്പോൾ സങ്കടത്തിൽ നിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത ലൈവൊക്കെ ഞാൻ വരുമ്പോഴേക്കും സങ്കടങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. കാരണം നിങ്ങൾ ഞാൻ പറഞ്ഞ പുഷ്പാഞ്ജലി ആരെങ്കിലും ഒരാളെങ്കിലും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അറിയാം, വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭർത്താക്കന്മാർക്ക് ഈ പറയണ പോലെ ചിലപ്പോൾ എന്താ പറയുക, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ മൂന്നാമതൊരാൾ വന്നിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിലേക്ക് എന്ന് ഭയപ്പെടുന്ന ഒരുപാട് വീടുകളുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, മഹാദേവനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തിരിച്ച് തരണേ എന്ന് പ്രാർത്ഥിച്ച് ഈ ഐക്യമത്യ പുഷ്പാഞ്ജലി നിങ്ങളുടെ രണ്ടുപേരുടെയും നാളും പേരിൽ നടത്തി കഴിഞ്ഞാൽ ഏത് തേർഡ് പാർട്ടി ആണെങ്കിലും തിരിച്ചു വരും. മൂന്നാമതൊരാളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ മൂന്നാമതൊരാളെ വേണ്ടാന്ന് വെച്ചിട്ട് തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ വരും. ഇത് റിലേഷൻഷിപ്പിലുള്ള കുട്ടികൾക്കും ആരെങ്കിലും ഇപ്പോൾ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാവൂലേ, നിങ്ങൾക്കും ഈ സ്നേഹിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ,
അവരോടും കൂടിയാണ്ടാ പറയണേ. അവളെ അങ്ങനെ പറഞ്ഞു, എന്നോട് അങ്ങനെ പറഞ്ഞു പോയി, ഇങ്ങനെ പറഞ്ഞു പോയി എന്നൊക്കെ പറയണ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനം. നിത്യേന പ്രാർത്ഥിക്കുക. മഹാദേവൻ്റെ നടക്കപ്പോയി പ്രാർത്ഥിച്ചാൽ മഹാദേവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മഹാദേവൻ കേൾക്കും. മഹാദേവൻ പെട്ടെന്ന് ഈ അലിയുന്നൊരു മനസ്സാണ് ശിവഭഗവാന്റെ. പെട്ടെന്ന് അലിയുന്ന മനസ്സാണ്. ക്ഷിപ്രകോപിയാണെന്നൊക്കെ പറഞ്ഞാലും ഇത്രയും നല്ല ഭക്തരോട് പ്രാർത്ഥിക്കുന്നവരോട് പെട്ടെന്ന് ഫലം കൊടുക്കുന്ന ഒരു ഭഗവാനാണ് ശിവഭഗവാൻ. ഓം നമ ശിവായ. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ്, ഉറങ്ങുന്നതിന് മുമ്പ് ഓം നമ ശിവായ ജപിച്ച് കിടന്നുറങ്ങാനാണ് പറയണത്. ഒരു പ്രാവശ്യമെങ്കിലും ഉറങ്ങണതിന് മുമ്പ് ഓം നമ ശിവായ, ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ 3 മന്ത്രവും ചൊല്ലി എൻ്റെ അമ്മേ ഭഗവതി, ഓം ദുർഗാം ദേവി ശരണം ഭദ്രേ എന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയാലില്ലേ ഉറക്കത്തിന് സുഖമുണ്ടാവും. നേരം വെളുത്ത് എണീറ്റ് വരുമ്പോൾ സന്തോഷമായ വാർത്തകൾ കേൾക്കും. ജീവിതത്തിൽ സന്തോഷങ്ങൾ അറിയാതെ വരും. എത്ര വലിയ പ്രതിസന്ധിയും തളർച്ചയും ഒക്കെ വരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും നിങ്ങൾ അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് കിട്ടും. ഈ ഓം നമ ശിവായ, ഓം നമ ശിവായ 108 പ്രാവശ്യം എങ്കിലും ആ മന്ത്രം ജപിക്കുന്നവരുണ്ട്. അപ്പോൾ ആ മന്ത്രം ജപിക്കുമ്പോൾ 108 പ്രാവശ്യം നമ്മുടെ ചുറ്റിനും ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്നത് പോലെ നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെയൊക്കെ ഒന്ന് സങ്കല്പിച്ചൊക്കെ ഓം നമ ശിവായ ചൊല്ലാൻ സാധിച്ചാൽ അത് ഭാഗ്യം. ഒന്നും പോട്ടെ, ഭഗവാൻ ഒന്ന് നമ്മൾ ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി നിൽക്കുമ്പോൾ ഭഗവാനെ കുളിപ്പിക്കണതും ഭഗവാന്റെ ധാര ചൊരിയണതൊക്കെ നമ്മൾ കണ്ടു നിൽക്കാറില്ലേ? ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് പോലെ എൻ്റെ മനസ്സിൽ ഒന്ന് സങ്കല്പിച്ചിട്ട് ഓം നമ ശിവായ, കണ്ണുകളടച്ച് ഓം നമ ശിവായ, ഭഗവാന്റെ രൂപം കണ്ടിങ്ങനെ ഓം നമ ശിവായ ജപിക്കാൻ പറ്റിയാൽ അതൊക്കെ ഒരു ഭാഗ്യമാണ്. നമ്മുടെ ജീവിതത്തിന് കിട്ടാവുന്ന ഒരു പുണ്യം കൂടിയാണ്. കർമ്മദോഷങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ കർമ്മദോഷങ്ങൾ എന്തെങ്കിലും ആയിട്ടൊക്കെ ഉണ്ടാവും. ഇനി ഈ ജന്മത്തിൽ നമ്മൾ ഒരു കർമ്മവും ദോഷവും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും മുൻ ജന്മത്തിലെങ്കിലും നമുക്ക് എന്തെങ്കിലും കർമ്മദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ആയിരിക്കും നമുക്ക് ഈ ജന്മത്തിലുള്ള വേദനകൾ. അപ്പോൾ ആ വേദനകൾ മാറ്റാൻ നമ്മളിങ്ങനെ ശിവമന്ത്രങ്ങളും നാരായണ മന്ത്രങ്ങളും ഒക്കെ ചൊല്ലിയാൽ നമ്മുടെ ആ കർമ്മദോഷങ്ങളൊക്കെ വേഗം എരിഞ്ഞു തീർന്ന് നമ്മളിലേക്ക് നല്ലത് വരും. നല്ല നല്ല ജീവിതം നമ്മളിലേക്ക് എത്തും. മക്കളുടെ വിവാഹം നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വേദനിക്കുന്ന ഒരുപാട് അച്ഛനും അമ്മമാരൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ പ്രാർത്ഥിക്കുക, മഹാദേവനോട് പ്രാർത്ഥിക്കുക. മഹാദേവ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മഹാദേവൻ നടത്തി തരും. വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക, ഏത് ദൈവത്തിനെയാണെങ്കിലും. ഇപ്പം ഞാൻ മഹാദേവനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിലെല്ലാം വിശ്വസിക്കുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആരെയാണെങ്കിലും മഹാദേവനെ വിശ്വസിക്കുന്നവർ മഹാദേവനെ പ്രാർത്ഥിക്കുക. കൃഷ്ണ എന്ന് വിളിക്കുന്നവർ ഹരേ ഹരേ എന്ന് പറഞ്ഞ ഓടി അടുത്തെത്തും കണ്ണൻ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ എന്ന് പറഞ്ഞാൽ ഓടി അടുത്തെത്തും ഉണ്ണിക്കണ്ണൻ. ഉണ്ണിക്കണ്ണന് പ്രത്യേകിച്ച് അമ്മമാരോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വാവേണി ബാലഗോപാലനാണെന്ന് കുഞ്ഞാവേണല്ലോ. അപ്പം അമ്മമാരോടൊക്കെ പ്രത്യേക ഇഷ്ടമായിരിക്കുള്ളൂ. ഇത്തിരി മധുരമൊക്കെ കൊണ്ടേ കൊടുത്തിട്ട് ഇത്തിരി മധുരം കൊടുക്കുക. എൻ്റെ ഉണ്ണിയുടെ കല്യാണം ഒന്ന് വേഗം നടത്തി തരണേ ഗുരുവായൂരപ്പ ഉണ്ണിക്കണ്ണ എന്ന് പറഞ്ഞാൽ ഇത്തിരി മധുരം കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും
ഭഗവാൻ വേഗം പ്രസാദിക്കും. കാരണം മധുരപ്രിയന കുഞ്ഞാവേണേ, ബാലഗോപാലനല്ലേ. ഇത്തിരി പഴവും പഞ്ചസാരയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ മതി, കദളിപ്പഴവും കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷവും. അപ്പം എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക. മക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാത്ത അച്ഛനും അമ്മയും ഉണ്ടാവില്ല. അവരുടെ വിദ്യാഭ്യാസമാണെങ്കിലും കല്യാണമാണെങ്കിലും ജോലിയൊക്കെ കിട്ടാനൊക്കെ പ്രാർത്ഥിച്ചിരിക്കുന്ന അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കൂടെ ഭഗവാൻ ഉണ്ടാവും. ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഏത് പ്രതിസന്ധിയും നിങ്ങൾ തരണം ചെയ്ത് നിങ്ങളെ കൊണ്ടുപോകാൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. പ്രാർത്ഥിച്ച് ഒരു കാര്യം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഭഗവാനെ, ഇത്രയും വേദനകളാണല്ലോ എൻ്റെ ജീവിതത്തിൽ തന്നത്, എൻ്റെ വേദനകൾ മാറ്റിത്തരണം എന്ന് ഭഗവാനോട് പറഞ്ഞാൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരും. നിങ്ങൾ എന്ത് കാര്യമാണ് ഇപ്പം പ്രയാസപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ എന്തോ ഒരു കാര്യത്തിനൊക്കെ നിങ്ങൾ വേദനിച്ചിരിപ്പുണ്ടാവും, ചിലപ്പോൾ കരയുന്നുണ്ടാവാം. എൻ്റെ മുമ്പിൽ ഇരുന്ന് ചിലപ്പോൾ സങ്കടത്തോടുകൂടി ഇരിക്കുന്ന സമയമായിരിക്കുള്ളൂ ഈ ലൈവ് കാണുന്നത്. ആ സമയത്ത് ഞാൻ നിങ്ങളോട് പറയണ, നിങ്ങൾ ഉറപ്പിച്ച് പ്രാർത്ഥിച്ചോ. ഈ കൊടുങ്ങല്ലൂർ ഇരിക്കുന്ന കാവിലമ്മനോട് വിളിച്ചിട്ട്, അമ്മേ എനിക്ക് വേദനയാണ്, എനിക്ക് തണലായിട്ട് വരണേ, എൻ്റെ കൂടെ നിൽക്കണേ അമ്മേ എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാലില്ലേ, ഭയങ്കര പവറാണ് കേട്ടോ. കൊടുങ്ങല്ലൂർ ഇരിക്കണ അമ്മേ കാവിലമ്മയുടെ പവറ് ഭയങ്കര പവറാണ്. നമ്മൾ എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും അമ്മ നമ്മുടെ കൂടെ നിൽക്കും. അത്ര വാത്സല്യമുള്ള അമ്മയാണ് കൊടുങ്ങല്ലൂരുള്ള അമ്മ. ഇതൊക്കെ നിങ്ങളോട് ഞാൻ പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങളിൽ ഓരോരുത്തരും പല വിഷമങ്ങളും കൊണ്ട് ഇരിക്കുന്നവർക്ക് ഇത്, നിങ്ങളിപ്പോൾ കൊടുങ്ങല്ലൂർക്ക് എത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സ്ഥലത്തായിരിക്കും നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അവിടെ ഇരുന്ന് കൊടുങ്ങല്ലൂർ അമ്മനെ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ വരും. എൻ്റെ അടുത്ത് നിനക്ക് വരാൻ പറ്റില്ല എന്നോർത്ത് നീ വേദനിക്കണ്ട. നീ ഇരിക്കുന്നിടത്തിരുന്ന് എന്നെ വിളിച്ചാൽ ഞാൻ അവിടെ എത്തും. സർവഭക്തജനാർത്തിഹാരിണി സർവമംഗളദായിനി സർവപാപവിനാശിനി ഭുവനേശ്വരി പരമേശ്വരി സർവദുഃഖഭയാപഹാരിണി ശങ്കരി ത്രിപുരേശ്വരി സർവവും തവ ശക്തി എന്നത് വിശ്വസിച്ചു തൊഴുന്നു ഞാൻ. അങ്ങനെ ഒന്ന് തൊഴുതു നോക്ക്. ഈ മന്ത്രമൊക്കെ ജപിച്ചിട്ട് അമ്മേനെ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നിട്ട് ഇരിക്കുന്നോടത്തിരുന്നിട്ട് സങ്കടം പറഞ്ഞോളൂ, അമ്മ എത്തും. ഉറപ്പിച്ച് ഞാൻ പറയണേണ്. നിൻ്റെ സങ്കടം എന്താണെങ്കിലും, അല്ലെങ്കിൽ അമ്മയുടെ സങ്കടം എന്താണെങ്കിലും അമ്മ പറഞ്ഞു, അല്ലെങ്കിൽ അച്ഛൻ്റെ സങ്കടം എന്താണെങ്കിലും അച്ഛൻ പറഞ്ഞു, ചേട്ടൻ്റെ സങ്കടം എന്താണെങ്കിലും ചേട്ടൻ പറഞ്ഞു, അനിയൻ്റെ സങ്കടം എന്താണെങ്കിലും അനിയൻ പറഞ്ഞു, മോളുടെ സങ്കടം എന്താണെങ്കിലും, എന്നെ കാണുന്നവരാരാണെങ്കിലും നിൻ്റെ സങ്കടം നീ പറഞ്ഞോ. നിൻ്റെ സങ്കടത്തിന് മറുപടിയും നിന്നെ വേദനിപ്പിച്ചോ ആരെങ്കിലുമൊക്കെ, വേദനിപ്പിച്ചവരോട് നീ ക്ഷമിക്കും. നീ ക്ഷമിക്കണം കേട്ടോ. വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചു കൊടുക്കണം നമ്മൾ. വേദനിപ്പിച്ചവരോട് നീ ക്ഷമിക്കുന്ന നാള് നീ പോലും മറന്നു പോകുന്ന സമയത്തായിരിക്കുള്ളൂ ഭഗവതി അവർക്കൊരു മറുപടി കൊടുക്കും. അത് നീ ഉറപ്പിച്ചോ. നീ ഒരു തെറ്റും ചെയ്യാതെ നിൻ്റെ ജീവിതത്തിൽ നീ ഒരു തെറ്റും ചെയ്യാതെ നീ ഒരുപാട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ വേദനിപ്പിച്ചവരോട് നീ ക്ഷമിച്ചു കൊടുത്താൽ നിൻ്റെ വേദനക്കുള്ള മറുപടി നീ പോലും മറന്നു പോകുന്ന സമയത്താണ് തിരിച്ചു കൊടുക്കുന്നത് ഭഗവതി. വിശ്വസിക്കുക. നിന്നിൽ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സമയങ്ങളൊക്കെ ആയിട്ടുണ്ട്.
ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുങ്ങല്ലൂർ പോവാൻ സാധിക്കുന്നവർ കൊടുങ്ങല്ലൂർക്ക് പോകാൻ സാധിക്കുന്നവർ കൊടുങ്ങല്ലൂർ പോകുക. ഇപ്പം താലപ്പൊലി ആയിട്ടുണ്ട് കൊടുങ്ങല്ലൂർ. താലപ്പൊലി ആയിട്ടുണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂർക്ക് പോകാൻ പറ്റുന്നവർ കൊടുങ്ങല്ലൂർ പോവുക. ഞങ്ങൾക്ക് ഇവിടെ അടുത്താണ് കൊടുങ്ങല്ലൂർ. ഞങ്ങൾക്ക് ഇവിടെ നല്ലോണം അടുത്താണ് കൊടുങ്ങല്ലൂർക്ക്. ഒരു 10 മിനിറ്റ് പോയാൽ കൊടുങ്ങല്ലൂർക്ക് എത്തും. അമ്മേനെ കണ്ടില്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. കൊടുങ്ങല്ലൂർ അമ്മയെ കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ. അമ്മേനെ പോയി കാണണം. ആഴ്ചയിൽ അമ്മേനെ പോയി കണ്ട് എന്തൊരു സന്തോഷത്തിലാണ് നമ്മളെ കാണുമ്പോൾ ഇരിക്കണേന്ന് അറിയാമോ. നമുക്ക് ചെന്ന് കാണുമ്പോൾ തന്നെ അമ്മയുടെ മുഖത്ത് നമ്മൾ തെറ്റ് ചെയ്തിട്ട് അമ്മയുടെ മുന്നിൽ ചെന്നാൽ അമ്മയുടെ മുഖത്തുനിന്ന് കാണാൻ പറ്റും. നമ്മൾ ചെറിയൊരു തെറ്റ് ചെയ്തിട്ടാണെങ്കിലും അമ്മയുടെ മുഖത്തുനിന്ന് വായിക്കാൻ പറ്റും. അതേസമയം നമ്മളൊന്നും തെറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അമ്മ നല്ല സന്തോഷത്തോടുകൂടി നമ്മളെ നോക്കി ചിരിക്കും. വേദനയൊക്കെ ഉണ്ടാവുമല്ലേ, ഉറങ്ങാൻ പറ്റുന്നുണ്ടാവൂല അല്ലേ. വേദനകൾ പല വിധത്തിലാണല്ലോ. ഉറങ്ങാൻ പറ്റാത്ത വേദനകൾ, മനസ്സിൻ്റെ വേദന, ശരീരത്തിൻ്റെ വേദന, ഇങ്ങനെ ഒരുപാട് വേദനകൾ ഓരോരുത്തർക്ക് ഉണ്ടാവും. എന്ത് വേദനയാണെന്നുണ്ടെങ്കിലും അതിനെല്ലാത്തിനും ഔഷധമാണ് ഭഗവാൻ, ദൈവം. മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു പറയൂലേ, മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ യേശു പ്രാർത്ഥന കേൾക്കും എന്ന് പറയൂ. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പറയുന്നത്. അപ്പം അതുപോലെ നിസ്കരിക്കുന്നവരെ 5 നേരം നിസ്കരിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. അതുപോലെ തന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങൾ ഏത് മതത്തിലാണെങ്കിലും എന്തിൽ വിശ്വസിക്കുന്നോ ആ വിശ്വാസത്തിൽ ഉറച്ച മനസ്സോടുകൂടി പ്രാർത്ഥിച്ചോ. പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ആളുകളുണ്ടെങ്കിൽ കൂടിയും ഈ ദൈവവിചാരത്തോടുകൂടി നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിന്നെ തോൽപ്പിക്കാൻ ഒരാൾക്കും പറ്റില്ല. അതും അറിയണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ രാമ രാമ ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എപ്പോഴും സന്തോഷം ഒരാൾക്കും കിട്ടില്ല. സന്തോഷങ്ങൾ പിന്നെ നമുക്ക് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ചിലവരുണ്ട് സങ്കടം വരുമ്പോൾ മാത്രം ദൈവത്തിനെ വിളിക്കും, സന്തോഷം വരുമ്പോൾ ദൈവത്തിനെ വിളിക്കില്ല. അങ്ങനെയല്ല കേട്ടോ. എപ്പോഴും പ്രാർത്ഥന വേണം, നിത്യം നാമജപം വേണം, നിത്യം പ്രാർത്ഥന വേണം. നാമം നിത്യമായിട്ട് നാമം ജപിക്കണം. നിത്യനാമം നമ്മുടെ മക്കളെ കൊണ്ടും ജപിപ്പിക്കണം. മക്കളോട് പറയണം നാമം ജപിക്കുക. സന്ധ്യാസമയം നാമം ജപിക്കണം. ഇപ്പം സന്ധ്യാസമയമൊക്കെ കുട്ടികൾ ട്യൂഷനൊക്കെ പോകുമായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ് പിള്ളേർ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ കിട്ടുന്ന സമയത്ത് കുട്ടികളെ നാമം ജപിക്കാൻ പഠിപ്പിക്കണം. അവരിലേക്കും ഈശ്വരചിന്ത കുഞ്ഞുനാളിലെ കടത്തിവിട്ടാൽ ആ കുഞ്ഞുങ്ങളൊന്നും ചീത്ത രീതിയിലേക്ക് പോവില്ല. നല്ല വഴിയിൽ കൂടിയേ കുഞ്ഞുങ്ങൾ പോവുള്ളൂ. അത് ഉറപ്പിക്കാം നിങ്ങൾക്ക്. നല്ല വഴിയിൽ കൂടി പോകുന്ന കുഞ്ഞുങ്ങളെ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നല്ല വഴിയിൽ കൂടി പോകുന്ന കുഞ്ഞുങ്ങളെ കിട്ടുന്നത് ഒരു ഭാഗ്യം തന്നെയല്ലേ.
നല്ല മക്കളെ ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ വയറ്റിൽ കുഞ്ഞ് അവ വരുമ്പോൾ തന്നെ പ്രാർത്ഥിക്കണം. എൻ്റെ ഭഗവാനെ, ഒരമ്മ പ്രാർത്ഥിക്കേണ്ടതും അച്ഛൻ പ്രാർത്ഥിക്കേണ്ട കാര്യമാണ് ഈ പറയണം. ഭഗവാനെ, നല്ലൊരു കുഞ്ഞായിരിക്കണേ. സൗന്ദര്യമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നല്ലൊരു കുഞ്ഞായിരിക്കണേ, നല്ല മോനായിരിക്കണേ, നല്ല സ്വഭാവം കിട്ടണേ, ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കണേ. ഇങ്ങനെയൊക്കെ അമ്മമാർ പ്രാർത്ഥിക്കണം. പറ്റാവുന്ന സമയത്തൊക്കെ നാമം ജപിക്കാൻ ശ്രമിക്കുക, പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അപ്പം നല്ല മക്കളായിരിക്കും. എനിക്ക് വലിയ അറിവുകളൊന്നും എനിക്കില്ല. അപ്പം എൻ്റെ അറിവുകൾ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയണം. ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ പറയണ കാരണങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻസ് ആയിട്ടോ എന്നെ അറിയിക്കണം. കാരണം എന്നിലുള്ള തെറ്റുകൾ തിരുത്തുകയും കൂടി ചെയ്യണമല്ലോ. എൻ്റെ അറിവുകൾ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ പുഷ്പാഞ്ജലിയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ ഞാൻ പുഷ്പാഞ്ജലികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആ കാര്യങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ഉപകരിക്കും എന്ന് അല്ല എങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്യണം, എന്നോട് പറയണം എന്ന് അങ്ങനെ പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ പറയണത് ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ എല്ലാവർക്കും സന്തോഷം കിട്ടട്ടെ. സന്തോഷമാണ് നമുക്ക് വേണ്ടത്. ഏറ്റവും പ്രധാനമാണ് സമാധാനം. എന്തുണ്ടായിട്ടും കാര്യമില്ല, സമാധാനമില്ലാത്ത ജീവിതം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടാവും. എല്ലാം ഉണ്ടാവും, ചിലപ്പോൾ സമ്പത്തുണ്ടാവും, കാറുണ്ടാവും, വീടുണ്ടാവും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. പക്ഷേ സമാധാനം ഉണ്ടാവാത്ത ഒരുപാട് വീടുകളുണ്ടാവും. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ വഴക്കായിരിക്കും ചിലപ്പോൾ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്ക്. ഇങ്ങനെ വഴക്കിടുമ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമാണ് കഷ്ടം. അത് ആലോചിക്കില്ല. ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൻ്റെ വിഷമം ആരും ചിന്തിക്കില്ല. മെച്ചം പറയും, വാക്ക് പറയും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ സ്വയം ശ്രമിക്കുക, വഴക്ക് കുറക്കാൻ ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പുഷ്പാഞ്ജലി, ഐകമത്യ പുഷ്പാഞ്ജലി, മഹാദേവൻ്റെ നടക്ക ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവും. കുടുംബത്ത് അലോഹ്യങ്ങൾ പല രീതിയിലാണ്. ഇപ്പം കൂടുതലായിട്ട് അലോഹ്യം പറഞ്ഞത് എൻ്റെ ഒരു അറിവ് വെച്ച് ശരിയാണെങ്കിൽ മദ്യപാനം, അതൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കുറക്കാൻ നോക്കാം. നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ഭാര്യയുടെയും മക്കളുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് അത് ഈ കുടിക്കുന്ന ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്താൻ ശ്രമിക്കുക. നിങ്ങൾക്കും കൊള്ളില്ല, നിങ്ങളുടെ കുടുംബത്തിനും കൊള്ളില്ല ഈ മദ്യപാനം. കുടുംബ സന്തോഷം പോകുന്ന ഇതിൽ ഏറ്റവും ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സംഭവമാണ് കുടിക്കണത്. അങ്ങനെ കുടിച്ച് മക്കളും ഭാര്യമാരും ഒക്കെ വിഷമിക്കുന്നില്ല. അതൊക്കെ ഒന്ന് എന്നെ കേൾക്കുന്ന ആൾക്കാരെങ്കിലും ഒന്നത് നിർത്താൻ ശ്രമിക്കാം. വൈകുന്നേരം ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ ആയി അച്ഛൻ ചെല്ലണതും ഇങ്ങനെ കുടിച്ച് ചെല്ലണ അച്ഛനെയും മക്കൾക്ക് രണ്ട് രീതിയിലായിരിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് നിർത്താൻ ശ്രമിക്കുക. കുടുംബം സമാധാനമായിട്ട് കൊണ്ടുപോവുക. ജീവിതം എന്ന് പറയണത് കുറച്ച് നാളൊക്കെ ഉള്ളൂ. നമ്മളുടെ പ്രായം ഒരു 60 വയസ്സൊക്കെ ആവണ വരെയൊക്കെ ഉള്ളൂ നമ്മുടെ ആരോഗ്യം പൂർണ്ണ ആരോഗ്യമായിട്ട് നമ്മൾ നിൽക്കണം. അത് കഴിയുമ്പോൾ നമ്മൾ ഈ കുടിച്ചും പുക വലിച്ചും ഒക്കെ നടക്കണതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. പല അസുഖങ്ങളായിട്ട് നിങ്ങൾക്ക് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കുടുംബസമാധാനം പോകും.
പ്രായമാകുമ്പോൾ അസുഖങ്ങളും ആകും. അപ്പോൾ എങ്ങനെ വന്നാലും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ദോഷമായ കാര്യങ്ങളാണ്, ലഹരി ഉപയോഗിക്കുക. അപ്പോൾ അതൊക്കെ ഉള്ള ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിർത്താം. ഇപ്പോൾ കുടുംബസമാധാനവും പോണ്, പ്രായമാകുമ്പോൾ നിങ്ങളുടെ ആരോഗ്യവും പോകും. ആരോഗ്യം പോകും, അതിനകത്ത് 100% ആരോഗ്യം പോകും. ഹരേ കൃഷ്ണ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെ അസുഖങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ പിന്നെ അപ്പോഴാണ് പ്രാർത്ഥന. അപ്പോൾ കുടിയൊക്കെ നിർത്തും, വലിക്കൽ നിർത്തും. അപ്പോഴൊക്കെ നമ്മൾ ഒരു തോക്ക പല അസുഖത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ടാവും. അപ്പോൾ ആ അസുഖങ്ങൾ വന്നു കഴിയുമ്പോൾ പിന്നെ അത് മാറ്റാനായിട്ട് ഡോക്ടേഴ്സായിട്ട് പോണു. പിന്നെ അത് മാറ്റിക്കഴിയുമ്പോഴോ എങ്ങനെയാണ് മാറണത്? പല അസുഖങ്ങളാണ്, സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളിലേക്ക് നിങ്ങൾ കിടക്കും. അപ്പോൾ ഇരുന്ന് ദൈവത്തിനെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോഴേ ആലോചിക്കുക, എൻ്റെ കുടുംബസമാധാനം പോകുന്നതും എൻ്റെ ആരോഗ്യം നശിക്കുന്നതുമായ ദുശീലങ്ങളൊക്കെ ഞാൻ ഇന്നു മുതൽ ചെയ്യില്ല എന്നൊന്ന് മനസ്സിൽ ഉറപ്പിക്കാം. എല്ലാവരോടും പറയാനുള്ളതേ ഉള്ളൂ. പിന്നെ അസുഖമായിട്ടൊക്കെ കിടക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വഴിപാട് ചെയ്യുക. അഘോര മന്ത്ര പുഷ്പാഞ്ജലി കേട്ടോ, അഘോര മന്ത്ര പുഷ്പാഞ്ജലി. മഹാദേവൻ്റെ നടക്ക പോയിട്ട് ഒരു 3 കദളിപ്പഴം കൊടുക്കുക. 3 കദളിപ്പഴം കൊടുത്തിട്ട് 3 ദിവസത്തേക്കായിട്ട് അഘോര മന്ത്ര പുഷ്പാഞ്ജലി നടത്തണം പറയണം. വ്യത്യാസം ഉണ്ടാവും. മരുന്നും കഴിക്കണം കേട്ടോ. അപ്പം നല്ല വ്യത്യാസം ഉണ്ടാവും. വേദനക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. അസുഖങ്ങൾക്ക് വളരെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ നരസിംഹമൂർത്തിക്ക് പാനകം എന്നും പറഞ്ഞൊരു വഴിപാടുണ്ട്. നരസിംഹമൂർത്തിക്ക് പാനകം. അസുഖം ആയിട്ടുള്ള ആളുകളോടാണ് ഈ പറയണത്. ഇത് ഞാൻ നരസിംഹമൂർത്തിക്ക് പാനകം ഇതൊക്കെ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കമൊക്കെ കിട്ടും, അസുഖം കുറയും, വേദന കുറയും. നമ്മുടെ വിശ്വാസം, ഒരു അസുഖത്തിനും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്നിനും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഒരസുഖത്തിനും തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഈ നമുക്ക് ചിലപ്പോൾ തോന്നും ഈ തലവേദനയല്ലേ, അത് തലവേദന ആയിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, ചെവി വേദന ആയിരുന്നെങ്കിൽ എന്ത് വേദനക്കും അതിൻ്റേതായ ഒരു നമുക്ക് ഒരു വ്യത്യാസം ഉണ്ടാവും നമുക്ക്. അപ്പം നിങ്ങൾ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ആയുർസൂക്തം, അത് മഹാവിഷ്ണുവിൻ്റെ അടക്കല്ല കേട്ടോ, ആയുർസൂക്തം. പിന്നെ അമ്മമാരോട് ഞാൻ പറഞ്ഞായിരുന്നു ഷഷ്ഠി വ്രതം, അത് വ്രതം അനുഷ്ഠിക്കാനായിട്ട് ആരോഗ്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഒരൊറ്റ അമ്മമാരും എൻ്റെ അടുത്തോട്ട് വന്നിട്ടില്ല. ആരെങ്കിലും അമ്മമാർ കേൾക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയാൻ പാടില്ല.
എല്ലാവരും ഒരു കോള് വന്നായിരുന്നു കേട്ടാ, അതുകൊണ്ട് പോയതാണ് ഞാൻ. ഹലോ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീ നന്ദനം സദാ. നിങ്ങളിൽ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിലേ നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയാലേ ഭഗവാനേന്നും പറഞ്ഞ് വിളിച്ച് നടക്കുന്നവർക്ക് എല്ലാവർക്കും ഭഗവാൻ ഏറ്റവും ആദ്യം കൊടുക്കുന്നത് ധൈര്യമാണ്. എന്താന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ ഭക്തർക്ക് കുറച്ച് പരീക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പം ഭഗവാൻ ആദ്യം തന്നെ അവർക്ക് കുറച്ച് ധൈര്യം അങ്ങോട്ട് കൊടുക്കും, തളർത്തില്ല. എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും തളർത്താത്തൊരനുഗ്രഹം കൊടുത്തിട്ടാണ് ഭഗവാൻ പരീക്ഷണം തുടങ്ങണത്. പരീക്ഷണം എന്ന് പറയരുതെന്ന് ആണ് എൻ്റെ ഒരിത്. നമ്മുടെ കർമ്മദോഷങ്ങളെ ഭഗവാൻ തീർക്കുന്നു. അതാണ് നമ്മൾ ഈ പരീക്ഷണം എന്ന് പറയുന്നത്. നമ്മുടെ കർമ്മ നമ്മ ചെയ്തു വെച്ചേക്കണ കർമാസം ഉണ്ടാവും. നല്ല കർമ്മം ഉണ്ടാവും, ചീത്തകർമ്മം ഉണ്ടാവും. ഇതിനെയൊക്കെ ഭഗവാൻ തീർക്കാണ്. നമ്മ ഭഗവാനേ ഓരേ വിളിക്കുമ്പോഴും ഓരേ കർമ്മ ഭഗവാൻ ഇങ്ങനെ തീർക്കും. അപ്പോൾ ആ ഭഗവാൻ ഇപ്പം അമ്പലത്തിൽ പോയി വരണു. ചിലവരുടെ ഒരു വിശ്വാസമാണ്, ഇന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, ഇന്ന് എന്നെ തല്ലുപിടിച്ചു, അല്ലെങ്കിൽ ഇന്ന് എന്നെ കുറേ വേദന കിട്ടി, ഇന്ന് എന്നെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടാവും. അത് അമ്പലത്തിൽ പോയത് കൊണ്ടല്ല കേട്ടോ. അമ്പലത്തിൽ പോയപ്പോഴാണ് ചിലപ്പോൾ അന്ന് വരെ ചെയ്ത കർമ്മദോഷങ്ങൾ ഭഗവാൻ ഒറ്റയടിക്കങ്ങടെ ഇരിച്ച് കളഞ്ഞായിരിക്കുള്ളൂ. അത് കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം വരുമ്പോൾ അതെ ഇപ്പം അമ്പലത്തിൽ പോകണില്ല കേട്ടോ, അപ്പോൾ അത് കാരണം കൊണ്ട് ഇതേ സന്തോഷമാണെന്ന് പറയും. അങ്ങനെ വിചാരിക്കരുത്. ആ അമ്പലത്തിൽ പോയത് കൊണ്ടാണ് കർമ്മദോഷങ്ങളെ എരിയിച്ച് കളഞ്ഞതാണ് ഭഗവാൻ എന്ന് ചിന്തിക്കുക. എന്നിട്ട് വീണ്ടും അമ്പലത്തിൽ പോവുക, അല്ലെങ്കിൽ പള്ളിയിൽ പോവുക. ഇഷ്ടമുള്ള വിശ്വാസം, ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരും ഇഷ്ടമുള്ള വിശ്വാസത്തിൽ പോവുക. എപ്പോഴും ഹരേ ഗുരുവായൂരപ്പ ഹരേ ഗുരുവായൂരപ്പ എന്ന് മനസ്സിലെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ ഈ അധികം ദേഷ്യമൊക്കെ വരുമ്പോഴൊക്കെ ദേഷ്യവും വേദനയൊക്കെ വരുമ്പോൾ ഒരല്പനേരം ഒന്ന് കണ്ണടച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുക. 10 മിനിറ്റ്. അപ്പം അറിയാതെ നിന്നിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കുന്നവർക്ക് ഉള്ള ദേഷ്യവും സങ്കടങ്ങളൊക്കെ ഒന്ന് മാറിപ്പോണതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്കറിയാൻ പറ്റും. വേദന ഇല്ലാത്ത ആരുമില്ല. എന്നെ കേൾക്കുന്ന ഇപ്പോൾ എത്ര പേരുണ്ടോ എങ്കിലും എന്നെ കേൾക്കുന്നവരിൽ പല വിധത്തിലുള്ള വേദനകളായിരിക്കുള്ളൂ നിങ്ങൾക്കുള്ളത്. എല്ലാവർക്കും ഒരു വേദനയായിരിക്കില്ല, പക്ഷേ പല വേദനകൾ നിങ്ങൾക്കുണ്ടാവാം. ഈ വേദനകളെല്ലാം മാറ്റാൻ
ഒറ്റ മരുന്നേ ഉള്ളൂ. ഭഗവാനേ, ദൈവമേ എന്നുള്ള വിളി. നിങ്ങളിൽ ആർക്കൊക്കെ അത് അനുഭവം ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾക്ക് പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, പലരിലും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ദൈവത്തിനെ വിശ്വസിക്കുന്നത് കൊണ്ട്, ദൈവമേ എന്ന് വിളിച്ചത് കൊണ്ട് പല കാര്യങ്ങളും, നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വ്യത്യാസങ്ങൾ. ചിലപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഗുരുവായൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു എന്താ പറയണ, ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരുന്ന പോലെ എന്തെങ്കിലും ഒരു കുഞ്ഞനുഭവമൊക്കെ ഭഗവാൻ അവിടെ തരാതെ വിടാറില്ല. ഗുരുവായൂരപ്പൻ അങ്ങനെയാണ്. നിങ്ങൾ എത്ര പേർക്ക് ഗുരുവായൂർ ചെന്നപ്പോൾ അങ്ങനെയുള്ള അനുഭവം കിട്ടിയിട്ടുണ്ടാവും? ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിപ്പോൾ എവിടെ ചെന്നാലും ഒരനുഭവം നമുക്ക് തരാതിരിക്കില്ല ഗുരുവായൂരപ്പൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പേർക്ക് അനുഭവം ഉണ്ടെങ്കിലും എല്ലാവരും അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ അത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. നമ്മുടെ കുടുംബസമാധാനത്തിന് കോട്ടം വരുത്തുന്ന 2-3 കാര്യങ്ങൾ നിങ്ങൾ ചേട്ടന്മാർ നിർത്തിവെച്ചാൽ കുടുംബസമാധാനം ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതെല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കൾ വിഷമിക്കണത് നിങ്ങൾക്ക് സങ്കടമില്ലേ? അവർക്ക് വിഷമം ഉണ്ടാവും കേട്ടോ. അവർ ഉറപ്പായിട്ട് വിഷമിക്കുന്നുണ്ടാവും. അച്ഛൻ കുടിക്കുന്നതൊക്കെ വിഷമിക്കുന്ന മക്കളെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കാം, എന്നിട്ട് അതൊക്കെ ഒന്ന് നിർത്താം. എല്ലാവർക്കും സന്തോഷം മാത്രമാണ് ആഗ്രഹം. അതുപോലെ തന്നെ അവർക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ അച്ഛൻ കുടിക്കുമോ എന്നൊക്കെ പറയാനൊക്കെ നാണക്കേടൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടാവും കുട്ടികൾക്ക്. അപ്പം അതെല്ലാം ചിന്തിച്ചിട്ട് അങ്ങനെയുള്ള അച്ഛന്മാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിർത്തുക. എൻ്റെ മോൾക്ക് ഇനി ഞാൻ വിഷമം ഉണ്ടാക്കൂല എന്നൊരു ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഉറച്ച തീരുമാനം എടുത്താൽ അത് മാറ്റാൻ ഒരാളെ കൊണ്ട് സാധിക്കില്ല. അപ്പം അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് നിങ്ങളെ എത്തിക്കുക. അപ്പോൾ കുടുംബസമാധാനം താനേ വരും. കരയുന്ന വേദനിക്കുന്നവർ അവരുടെ പ്രാർത്ഥന, കണ്ണീരോടെയുള്ള പ്രാർത്ഥന ഭഗവതി കേൾക്കും. അമ്മേ ദേവി എന്ന് വിളിച്ച ഭഗവതി കേൾക്കും നിങ്ങളുടെ പ്രാർത്ഥന. ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ശ്രീ വളർത്തി കൊടുങ്ങല്ലൂരിലെ അമ്മയായി വിളങ്ങിടും പാവനെ പരിശുദ്ധ മാനസ സംസ്ഥിതേ ജഗദീശ്വരി. ആ ജഗദീശ്വരിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ജഗദീശ്വരി, പ്രകൃതി, ഈ കാണുന്ന പ്രകൃതി അമ്മയാണ്. അതാണ് പ്രകൃതി നമുക്കുള്ള നേരം അങ്ങനെ ചെയ്യണോ, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരുമോ, ചില നമ്മളിലേക്ക് എന്തോ ഒരു ഇൻഡ്യൂഷൻസ് പറഞ്ഞ പോലെ നമുക്ക് തോന്നും എന്തൊക്കെയോ. അത് അത് ഈ അമ്മ തരുന്ന ഒരു ബോധമാണ് നമുക്ക്. അത് അപ്പോൾ ആലോചിക്കണം, അങ്ങനെ ചെയ്താൽ ശരിയാവോ. അങ്ങനെ ഒരു കാര്യം നമുക്ക് തോന്നിയാൽ പിന്നെ നമ്മളത് ചെയ്യരുത്. ചെയ്താൽ അത് വേദനയിലേക്ക് എത്തും. ആ വേദന നിങ്ങളുടെ ജീവിതത്തിനെ ആകെ മാറ്റിമറിക്കും. അങ്ങനൊരു വേദന കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനൊരു പാഠം കിട്ടിക്കഴിഞ്ഞാൽ ആ വേദന തിരിച്ചും ആ വേദന നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള ഒരു കാരണവും നമ്മൾ വീണ്ടും ഉണ്ടാക്കരുത്. നമ്മൾ മാറണം. ഇന്നിപ്പോൾ പല വിധത്തിൽ വേദനയുള്ളവർ ഒരുപാട് പേരുണ്ടാവും. അവരോടൊക്കെയാണ് പറയണം, സങ്കടം വേണ്ട, സങ്കടത്തിനെ ദൂരെ കളയൂ, സന്തോഷത്തിനെ ആകർഷിക്കൂ, നെഗറ്റീവ്സ് ഒക്കെ പോവട്ടെ, പോസിറ്റീവ് വരട്ടെ. നമ്മൾ സന്തോഷത്തിനെ ആഗ്രഹിച്ചാൽ പോസിറ്റീവ് വരും. നമ്മൾ എന്തൊരു കാര്യത്തിനെ ചിന്തിച്ചോ അതാണ് നമ്മൾ ആകർഷിക്കണത്. അതിനെയാണ് നമ്മളിങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് തന്നെ വരും. നല്ലത് ചിന്തിച്ചാൽ നല്ലത് വരും, ചീത്തത് ചിന്തിച്ചാൽ ചീത്തത് വരും. അപ്പം ഇനി മുതൽ നല്ലത് ചിന്തിച്ചാൽ പോരെ, ചീത്ത കാര്യങ്ങൾ ചിന്തിക്കണ്ട, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ല സ്വപ്നങ്ങൾ മാത്രം കാണുക. നെഗറ്റീവ്സ് ഒന്നും വേണ്ട ജീവിതത്തിലേക്ക്. നെഗറ്റീവ്സിനെ കുറിച്ച് ചിന്തിച്ചാൽ നെഗറ്റീവ്സ് തന്നെ നമ്മുടെ ലൈഫിലേക്ക് വരുള്ളൂ. ശ്രീമദ് ഭാഗവതി പറഞ്ഞിട്ടുണ്ട്, വേട്ടാളനെ ചിന്തിച്ച് വേട്ടാളൻ. അപ്പം അതാണ് നമ്മൾ എന്തിനെക്കുറിച്ചും ചിന്തിച്ചാൽ നമ്മളതാകും. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അതിനെ ഇങ്ങനെ ചിന്തിച്ച് അതിനെ നമ്മളിങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തൊരു കാര്യം ചിന്തിച്ചാലും നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയൊക്കെ എന്തിട്ടാണ്, ഈ കാന്തത്തിനെ പോലെയാണ്, ആകർഷിച്ചുകൊണ്ടിരിക്കും. അപ്പം നല്ലത് ചിന്തിക്കാൻ ശ്രമിക്കുക, ചീത്തതിനെയൊക്കെ ഓടിച്ചു വിടുക. നെഗറ്റീവ്സ് ഒന്നും വേണ്ട നമ്മുടെ ലൈഫിൽ. എന്തെങ്കിലും നെഗറ്റീവായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം കളയാൻ ശ്രമിക്കാം. നെഗറ്റീവ്സ് വന്നിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ്സ് ഒന്നും വേണ്ടെന്നേ. നെഗറ്റീവ്സ് എപ്പോഴും നമുക്ക് വേദന ഉണ്ടാക്കുകയുള്ളൂ. നമ്മുടെ ലൈഫിലേക്ക് വേണ്ടതിനെ മാത്രം നമ്മൾ സ്വീകരിക്കുക. നെഗറ്റീവായ ആൾക്കാരെയൊക്കെ തട്ടിക്കളയാൻ ശ്രമിക്കുക. നെഗറ്റീവ്സ് ഒന്നും വേണ്ട, നെഗറ്റീവായ ഒരു കാര്യങ്ങളും വേണ്ട. നെഗറ്റീവായ നെഗറ്റീവ്സാണ് ലഹരി, അത് വേണ്ട, അതിനങ്ങോട്ട് കളയാം. നെഗറ്റീവായ ആൾക്കാർ നമ്മുടെ ജീവിതത്തിന് ദോഷം വരുത്തുന്ന കുറേ പേരുണ്ടാവാം, അവരൊന്നും വേണ്ട നമുക്ക്. അവരോടൊക്കെ പോകാൻ പറയും. നമ്മൾ ഉപേക്ഷിച്ചു പോയവരോർത്ത് വേദനിച്ചിരിക്കുന്നുണ്ടാവും ചിലവരൊക്കെ. ഉപേക്ഷിച്ചു പോയി എന്നും പറഞ്ഞു വിഷമിച്ചിരിക്കുന്നവരോടാണ് പറയണത്, പോയവർ പോട്ടെ നീ. അത് നിൻ്റെ ജീവിതത്തിലെ നന്മക്കായിട്ടാണ് അവർ പോയതെന്ന് ചിന്തിക്കാൻ നിനക്ക് സാധിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷം വരും. അത് പോയത് നിൻ്റെ ജീവിതത്തിന് നന്മയാണ്, നിൻ്റെ ജീവിതത്തിന് നല്ലതാണ് എന്ന് ചിന്തിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ സന്തോഷം വരും. അല്ലാണ്ട് നീ എന്നും കൊന്ന് അവരെക്കുറിച്ച് ഓർത്ത് വേദനിച്ച് കരഞ്ഞിരിക്കാനാണെന്നുണ്ടെങ്കിൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. അവരെക്കുറിച്ച് ഓർത്ത് വേദനിച്ച് കരഞ്ഞിരിക്കുന്നത് നിനക്ക് നല്ലതല്ല. നിൻ്റെ മുമ്പിൽ എന്തോരം സന്തോഷങ്ങളുണ്ട്, അതൊക്കെ അങ്ങോട്ട് ശ്രദ്ധിക്കുക. അതിനെയൊക്കെ ശ്രദ്ധിച്ച് ഈ കരഞ്ഞും പിടിച്ച് നിലവിളിച്ചിരിക്കുന്ന നേരത്തിന് അതൊക്കെ ദൈവത്തിനോട് പറയാം. മറക്കാൻ പറ്റണില്ലേ? അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. മറക്കാൻ പറ്റണില്ല, എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കരയും. മറക്കാൻ പറ്റണില്ലെങ്കിൽ ദൈവത്തിനോട് പറയാം, മറക്കാൻ പറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കാൻ പറ്റും.
എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും, നിങ്ങളുടെ ലൈഫിൽ വ്യത്യാസങ്ങളുണ്ടാവും, എല്ലാത്തിലും മാറ്റങ്ങളുണ്ടാവും. മാറ്റം എന്നും ഒരാൾക്ക് ദുഃഖം മാത്രം ഉണ്ടാവില്ല, എന്നും ഒരാൾക്ക് ദുഃഖം മാത്രം കൊടുക്കില്ല. അതും നിങ്ങൾ മനസ്സിലാക്കണം. ദുഃഖം കൂടുതലും നമ്മൾ തന്നെ വരുത്തി വെക്കണതല്ലേ നമ്മുടെ ദുഃഖങ്ങൾ. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. നിന്റെ ദുഃഖങ്ങൾ നീ തന്നെ വരുത്തി വെച്ചതല്ലേ എന്ന് മനസ്സിലാക്കാം. ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ദുഃഖങ്ങളെല്ലാം നമ്മൾ തന്നെ വരുത്തി വെച്ചതാണ്, കൂടുതലും നമ്മൾ തന്നെ വരുത്തി വെച്ചതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഓരോ വിശ്വാസങ്ങൾ, ആരെങ്കിലുമൊക്കെ അമിതമായിട്ട് നമ്മൾ വിശ്വസിക്കും. അങ്ങനെയുള്ള വിശ്വാസങ്ങളും കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ ദുഃഖങ്ങളെല്ലാം നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വലിയൊരു തിരിച്ചറിവിന് ദൈവം തന്ന ഒരു അവസരമൊക്കെ കണ്ടിട്ട് അതെല്ലാം മറന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുക. ദുഃഖങ്ങളോടൊക്കെ ടാറ്റ, ഇനി എൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷം മാത്രം വരട്ടെ. ഇനി എനിക്ക് ഇങ്ങനെ ഉറച്ച് പറയണം, എനിക്കിനി സന്തോഷമാണ് എൻ്റെ ജീവിതത്തിൽ, എനിക്കിനി സന്തോഷമാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷമാണ് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സന്തോഷം വരും. അതല്ലാണ്ട് ഇങ്ങനെ എപ്പോഴും എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ല, എന്നാൽ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്ന് ചിന്തിച്ചിരിക്കും തോറും സങ്കടം മാത്രം ഒരിക്കലും എന്നും. അനുഭവമാണ് പറയണത്, അതാദ്യം മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങൾ നമ്മളും കടന്നു വന്ന ആളുകളാണ്. അവിടെ എല്ലാം ദൈവത്തിനെ വിചാരിച്ചു, ഭഗവാനെ വേദനകൾ മാറ്റിത്തരണേ എന്നെല്ലാം പ്രാർത്ഥിച്ചാൽ വേദന മാറും. നമ്മളെ മാറ്റിത്തരാൻ ദൈവത്തിനെ കൊണ്ടല്ലാതെ വേറെ ആരെക്കൊണ്ട് സാധിക്കും? നീ ചെന്ന് പറയുന്ന നിൻ്റെ സങ്കടങ്ങൾ, നീ ചെന്ന് പറയുന്ന ആരും നിൻ്റെ സങ്കടങ്ങൾ പൂർണ്ണമായിട്ടും നിന്നെ കേൾക്കാൻ ആരും നിൽക്കില്ല. അത് ഉറപ്പിച്ച് പറയാം. ചിലപ്പോൾ കേട്ടൊക്കെ നിൽപ്പുണ്ടാവും, കേൾക്കാൻ ഒരുപാട് പേരുണ്ടാവും, ആശ്വസിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അവർക്കത് അങ്ങോട്ട് കഴിഞ്ഞാൽ, കേൾക്കലും കഴിഞ്ഞ് ആശ്വസിപ്പിക്കലും കഴിഞ്ഞ് അവരവരുടേതായ രീതിയിലേക്ക് അവർ പോകും. ചിലപ്പോൾ മാറിയത് നീ പറഞ്ഞ കാര്യങ്ങൾ വേറൊരാളോട് പറഞ്ഞിട്ട് ചിരിക്കും. അപ്പോൾ എന്തിനാണ് നിൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും നീ മറ്റുള്ളവരോട് പറഞ്ഞറിയിക്കണത്? ആ മറ്റുള്ളവരോട് പറഞ്ഞറിയിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനും? ദൈവത്തിനോട് പറയാ. അവിടെ നിന്ന് നിന്നെ വേദനിപ്പിച്ചവർക്കുള്ള മറുപടിയും കൊടുക്കും, നിൻ്റെ വേദനയും മാറ്റും, നിനക്ക് സന്തോഷവും തരും, നിന്നിൽ മാറ്റവും വരും, നിന്നെ വിജയത്തിലേക്ക് എത്തിക്കാനും ദൈവത്തിന് കഴിയും. ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. സോറിയിട്ട് എനിക്ക് ചുമയുണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുന്നത്. പനി മാറിയെങ്കിൽ ചുമ അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല. പനി പോയെങ്കിൽ ചുമന അങ്ങോട്ട് ഓടിച്ചളയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചുമച്ചുകൊണ്ടിരിക്കണം. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ സോറി. അപ്പം ഇതൊക്കെ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഇവിടെ ഒത്തിരി പേരുണ്ട്, ഇവിടെ വേദനിച്ചിരിക്കുന്ന കുറേ പേരുണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ ലൈവ് കാണില്ല, ഇതിന് ശേഷം എൻ്റെ ലൈവ് കാണുന്ന ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഈ വീഡിയോ മുന്നിലേക്ക് ആരുടെയൊക്കെ മുന്നിലേക്ക് വരുമോ എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. എപ്പോഴാണെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് എൻ്റെ ഈ ലൈവ് വീഡിയോ വരുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് വേദനിച്ചതെന്നുള്ളത്. ആ വേദന മാറ്റിയാൽ നീ ജയിച്ചു. ചിലപ്പോൾ ഇത് എത്തുന്നവർക്ക് ഇത് അവർക്ക് ആവശ്യമുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവരിലേക്ക് ഈ വീഡിയോ എത്തുന്നത്, അവർ കാണും. ഉറക്കമില്ലാതെ കിടന്ന് കരയും. വന്നിട്ട്
എത്ര പേരുണ്ടാവും വാട്സപ്പിൽ കയറിയിട്ട് ബ്ലോക്ക് അഴിച്ചോ നോക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ബ്ലോക്ക് ചെയ്തവരൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് സന്തോഷത്തോടുകൂടി ഇരിക്കും. പോയവരൊക്കെ നിങ്ങളെ കുറച്ച് വേദനിക്കും ഒരു ദിവസം. അങ്ങനെ ഒരു ദിവസം ഉണ്ടാവും. ഹരേ കൃഷ്ണ. ഭഗവതിനെ വിളിക്കുക, ഹരേ കൃഷ്ണ എന്ന് പറയുക, നാമം ജപിക്കുക, നിത്യേനെ പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഉള്ള ഔഷധങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള മരുന്നുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇങ്ങനെയൊരു ആശ്വാസം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും. ഉറപ്പിച്ച് ഞാൻ പറയാനുണ്ടോ, വിജയിക്കും. നീ മാറും, നീ കരയില്ല. പിന്നെ എല്ലാവരും പോയി തോന്നുന്നുണ്ട്. ആരും ഇല്ലിപ്പോൾ. ഫോൺ വരുന്നുണ്ട് ഇടയ്ക്ക്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോള് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടിയും ഞാനും പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ പറയുന്ന സന്തോഷം കിട്ടട്ടെ, എല്ലാവരുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരട്ടെ. രോഗങ്ങളുള്ളവർക്കൊക്കെ രോഗാവസ്ഥയിൽ കിടന്ന്, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോയുടെ കമൻറ്റ് കണ്ടായിരുന്നു. ഒരു ചേട്ടനാണ് കേട്ടോ, കൃഷ്ണൻ്റെ വീഡിയോന് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റണേ ഭഗവാനെ, എനിക്ക് വേദനിച്ചിട്ട് ഉറങ്ങാൻ പറ്റണില്ല എന്നും പറഞ്ഞുകൊണ്ട് കമൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പേര് അങ്ങനെ കമൻ്റൊക്കെ ഇടാറുണ്ട്. ഒരുപാട് വിഷമങ്ങൾ വീഡിയോയിൽ കമൻസ് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് എൻ്റെ വേദന ഒന്നും അല്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ പല പ്രയാസങ്ങളാണെന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടുമ്പോൾ ഈ ആരോഗ്യം പോയാലുള്ള അവസ്ഥയാണ് ഏറ്റവും വലിയ സങ്കടമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരോഗ്യം പോയാൽ പോയി. ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടാകുക അവസ്ഥകളുണ്ട്. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, ചോറ് തിന്നാൻ പറ്റാത്ത അവസ്ഥ. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ഉള്ള ആളുകൾ നമ്മുടെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കിടന്ന് നമ്മളിങ്ങനെ കരയും. കരയണ്ട, അതൊന്നുമല്ല വിഷമാവസ്ഥ. ആരോഗ്യം പോണ അവസ്ഥയാണ് ഏറ്റവും പ്രധാനം. ആരോഗ്യം ഇല്ലാണ്ട് നമ്മളിങ്ങനെ കിടന്ന് നരകിക്കണൊരവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ ദുഃഖകരമായ അവസ്ഥ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വേറെ എന്തവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതൊന്നും ഒരു കാര്യമല്ല, അതൊന്നും ഒരു കാര്യമല്ല എന്ന് ചിന്തിക്കുക, പ്രാർത്ഥിക്കുക. ഇപ്പം ഞാൻ പറയണത് കേൾക്കുമ്പോൾ തോന്നും, ഇതെന്താ ഈ പറയണേ, ഞാനിപ്പോൾ ഇത്രയും കിടന്ന് അനുഭവിക്കുകയാണ്, എന്നെ നോക്കാൻ ആരുമില്ല. എൻ്റെ വീട്ടിൽ ആണെന്നുണ്ടെങ്കിൽ ഭർത്താവ് കുടുംബം നോക്കില്ല, മക്കൾ നോക്കില്ല, ഞാൻ ഒറ്റക്കാണ് കുടുംബം നോക്കിക്കൊണ്ട് പോണേ എന്നൊക്കെ കേൾക്കണ അമ്മമാർ ചിലപ്പോൾ എൻ്റെ ഈ ഞാൻ പറയണ ലൈവിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അവരങ്ങനെ വിചാരിക്കാം. അങ്ങനെയുള്ള ആളുകൾക്കും വിഷമങ്ങളില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ആരോഗ്യം എന്ന അവസ്ഥ പ്രധാനമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഒറ്റക്ക് തുഴഞ്ഞുകൊണ്ട് വീടൊക്കെ ഒറ്റക്ക് തുഴഞ്ഞുകൊണ്ട് പോകുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് കൂടെ ഭഗവാൻ ഉണ്ടാവും, നിങ്ങളുടെ കൂടെ. എല്ലാം മാറും, സങ്കടങ്ങളൊക്കെ മാറുന്നൊരു ദിവസമുണ്ട് ചേച്ചി, ചേട്ടാ. കുഞ്ഞുനാൾ ഒടുങ്ങി കഷ്ടപ്പെടണേണ് ഞാൻ കിടന്നു എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പോഴും മാറിയിട്ടില്ല എൻ്റെ ദുരിതം. അങ്ങനെ ദുരിതാവസ്ഥയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദുരിതാവസ്ഥ അല്ല അത്, എല്ലാം മാറും. ഇന്ന് മാറും നാളെ മാറും എന്നൊക്കെ വിചാരിച്ച് ഞാൻ ജീവിക്കുന്നതിന് ഒരിക്കലും മാറിയിട്ടില്ല, അല്ലേ?
അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? എൻ്റെ മഹാദേവാന്നും പറഞ്ഞ് വിളിച്ച് മഹാദേവൻ്റെ നടക്ക പോയിട്ട് ഒരു പിൻവിളക്കെങ്കിലും ഭഗവാന് കത്തിച്ച, ഒരു ഒരു നെയ്ത്തിരിയെങ്കിലും ഭഗവാന് കത്തിച്ചാൽ, ഒന്നും ചെയ്തില്ല, എൻ്റെ ഭഗവാനേ എന്നും പറഞ്ഞ് വിളിച്ച് ആ നടക്കച്ചെന്ന് തൊഴുതാൽ ഉറപ്പിച്ച് ഞാൻ പറയണത് 2 ആഴ്ച കൊണ്ട് ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവും. 2 ആഴ്ച വിളിച്ചു നോക്കുമെന്ന്. കിടക്കുമ്പോൾ ഓം നമ ശിവായ, ഓം നമ ശിവായ ജപിച്ച് ജപിച്ച് ഉറങ്ങി അങ്ങോട്ട് പോയിക്കോട്ടെ. അപ്പം അറിയാതെ നമ്മുടെ ചുറ്റിനും ഭഗവാന്റെ ഒരു വലയം വരും, ഒരു ഓറ നമ്മുടെ ചുറ്റിലേക്ക്. നമ്മൾക്കൊരു പ്രത്യേക ചൈതന്യം വരും, നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങും. നമ്മളുള്ളപ്പോൾ അവർക്കൊരു പോസിറ്റീവ് ഒരു എനർജി കിട്ടാൻ തുടങ്ങും. നമ്മളുള്ളത് അവർക്ക് സന്തോഷമായിട്ട് തോന്നും. ഈ ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്കുള്ള ലക്ഷണങ്ങളാണ് ഇതെല്ലാം. നമ്മളോട് ഇഷ്ടം എല്ലാവർക്കും വരും. ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമുള്ളവരുടെ ലക്ഷണങ്ങളാണ്. അത് കണ്ടു വളരണം മക്കളും. അതേ റൂട്ടിൽ കൂടി തന്നെ പോവും. അവരിലും നല്ല ചിന്തകൾ വരും, നല്ല പ്രവൃത്തികൾ വരും, നല്ലത് ചെയ്യാൻ തോന്നും. നല്ലത് ചെയ്യാൻ, നല്ലത് പ്രവർത്തിക്കുന്ന നല്ല ചിന്തയുള്ള മക്കളെ കിട്ടും. കാലം വളരെ മോശം, കലികാലം എന്നാണ് പറയുന്നത്. കലികാലത്ത് എന്തൊക്കെയാ ശ്രീമദ് ഭാഗവത്തിൽ കലികാല വർണ്ണന എന്നൊരു ഭാഗമുണ്ട്. ശ്രീമദ് ഭാഗവത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, കലികാലത്തിൽ ഇന്നതെല്ലാം സംഭവിക്കും, ഇന്നതെല്ലാം സംഭവിക്കും, ഇന്നതെല്ലാം വരും, ഇതെല്ലാം പറഞ്ഞ കാരണങ്ങളെല്ലാം ഇന്ന് കലികാലത്തിൽ നമ്മൾ അന്ന് ശ്രീമദ് ഭാഗവത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് എഴുതി വെച്ചത് മുഴുവൻ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കലികാലത്തിൻ്റെ ഒരു പ്രശ്നമാണ്. എല്ലാവരിലും കലി ബാധിച്ചു. ഈ കലിക്കൊരു പ്രധാന മരുന്ന് ഭദ്രകാളി. ഭദ്രേനെ പ്രാർത്ഥിക്കുമ്പോൾ പറയും ഭദ്രകാളിയല്ലേ. കാളീനെ പ്രാർത്ഥിച്ചാൽ ദോഷം വരും അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ കാളീനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളിലേക്ക് ദേഷ്യം കുറച്ച് തരും കാളി കേട്ടോ. കാളി ദേഷ്യം കുറച്ച് തരും. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുത. അഞ്ജു ഹായ്. കുറച്ചേരം ഈ ലൈവ് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കണേണ്. അപ്പം ഭദ്രകാളി എന്നെ വിചാരിച്ചാൽ നമ്മുടെ ദേഷ്യങ്ങളെയൊക്കെ കുറച്ച് നമ്മുടെ കലീനെ കുറച്ച് തരും. അപ്പം എല്ലാവരിലും നന്മ ഉണ്ടാവട്ടെ, എല്ലാവരിലും നല്ല ചിന്തകൾ വരട്ടെ, കുഞ്ഞുങ്ങളൊക്കെ നല്ലതായി തീരട്ടെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കലികാലത്ത് ചെല്ലേണ്ട മന്ത്രം ഏതാണെന്ന് അറിയാലോ, എല്ലാവർക്കും അറിയാലോ. അറിയാമോ?
എല്ലാവരും മന്ത്രങ്ങളൊക്കെ ചൊല്ലി സന്തോഷത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ ഈ ദൈവവിശ്വാസം എന്ന് പറയുന്ന സംഭവം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിരീശ്വരവാദികൾ കുറേ കേൾക്കുന്നുണ്ടാവും, എനിക്ക് വട്ടാണെന്നൊക്കെ പറയുന്നുണ്ടാവും. എന്നാലും സാരില്ല, എന്നാലും പറയണ് ഭഗവാനെ വിശ്വസിച്ച് ഭഗവാനേന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിങ്ങളിലേക്ക് അനുഗ്രഹം ഉണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം ഞാൻ പറയണ്, എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാനും ഉള്ള കഴിവ്, തരണം ചെയ്യാനുള്ള കഴിവാണ് ഏറ്റവും പ്രധാനം. നിന്റെ തളർച്ചയെ മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധമാണ് ഈശ്വരാരാധന. മനസ്സിലായില്ലേ? നിന്നിലേക്ക് വരുന്ന പ്രതിസന്ധി, നിന്നിലേക്ക് വരുന്ന തടസ്സങ്ങൾ, നിന്നിലേക്ക് വരുന്ന രോഗങ്ങൾ എല്ലാത്തിനെയും മാറ്റാനുള്ള ഏറ്റവും വലിയ ഔഷധമാണ് ഈശ്വര സേവ, ഈശ്വര വിചാരം, ഈശ്വരനോടുള്ള പ്രാർത്ഥന. നീ വിശ്വസിക്കുന്ന നിന്റെ ദൈവത്തിനോട് നീ പ്രാർത്ഥിച്ചാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ? വിശ്വസിച്ച് വിളിച്ചാൽ അടുത്തേക്ക് ഓടിയെത്തുന്ന ദൈവമാണ്. ദൈവം എന്ന് ഞാൻ പറയണത് നീ വിശ്വസിക്കുന്ന ഏത് ദൈവത്തിലാണ് നീ വിശ്വസിക്കുന്നത്? ഞാനിപ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഇപ്പം വേറെ ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കത് എത്രത്തോളം അതിനെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദൈവം, നീ വിശ്വസിക്കുന്ന ദൈവം നിന്നെ തോൽപ്പിക്കില്ല വിശ്വസിച്ചാൽ. നിന്നെ ഉയർത്തും. നിന്നെ ഉയർത്തും നിന്റെ ദൈവം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വീട്ടിലെ ഹലോ ഹായ് അഞ്ജു. ശ്രീമദ് ഭാഗവത് ഹലോ, ഞാൻ കാണുന്നുണ്ട്. എൻ്റെ വർത്താനം കേൾക്കണില്ലേ? ഹരേ കൃഷ്ണ അഞ്ജു, ഹരേ ഗുരുവായൂരപ്പ. ഒരാളെങ്കിലും വന്നല്ലോ, ഭഗവാൻ ഇഷ്ടമുള്ള ഒരാൾ വന്ന് എന്നോട് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷം. കാണുന്നില്ലേ? എന്നെ കാണുന്നില്ലേ? അത് എന്നെ കാണാതാണാ? എൻ്റെ സൗണ്ട് കേൾക്കാവോ? എന്തിട്ടാ എന്താ പറയണ അഞ്ജു? എനിക്ക് മനസ്സിലായി. എന്നെ കാണണില്ലേ? എൻ്റെ സൗണ്ട് കേൾക്കാവോ? എന്താ ഇവള് പറയണേ? സൗണ്ട് ഇല്ല. അതെയോ? അതെന്ത് പറ്റിയാവോ? അപ്പം ഞാനൊന്ന് പോയിട്ട് വരാം. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കംപ്ലൈൻ്റ് ആയിരിക്കും. പോയിട്ട് വരാം.